ക്രോഷ്യ പഠിക്കാൻ നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ബഡ്ജറ്റ് ആണോ നിങ്ങളുടെ പ്രശ്നം? നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങാം. നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് യാൺസ് അവൈലബിൾ ആണ്. അപ്പോൾ ബിഗിനേഴ്സിന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് യാൺ വാങ്ങിക്കണം, ഏത് ഹുക്ക് വാങ്ങിക്കണം എന്നാണ്. അപ്പോൾ ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതിലൊന്നാമത്തത്, നമ്മുടെ മാർക്കറ്റിൽ ഇതുപോലെ ഒരുപാട് യാൺസ് അവൈലബിൾ ആണ്. ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള യാൺസും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങൾ ബിഗിനേഴ്സ് ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള യാൺസ് വാങ്ങിക്കാതെ 10 രൂപേന്റെ ഒരു യാണും 10 രൂപേന്റെ ഹുക്കും യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഫുൾ സെറ്റ് ഹുക്കിന്റെ ഒരു ആവശ്യവുമില്ല. നമുക്കൊരു 3mm ഹുക്ക് സെറ്റ് വെച്ച് നമുക്ക് ഈ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സെറ്റ് ഹുക്ക് സെറ്റ് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റിച്ച് മാർക്കേഴ്സ് ആണ്. നമുക്ക് ഒരിക്കലും ഇതുപോലെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റിച്ച് മാർക്കേഴ്സിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഇത് മാർക്ക് ചെയ്യാനും നമ്മളെ സ്റ്റിച്ചസ് മനസ്സിലാക്കാനും വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും സേഫ്റ്റി പിന്നോ ഹെയർ ക്ലിപ്സോ യൂസ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ക്രോഷ്യ എന്നത് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ആർട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് 10 രൂപേന്റെ യാണും 10 രൂപേന്റെ ഹുക്കും യൂസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ക്രോഷ്യ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാ, നമ്മൾ പരിപാടി തുടങ്ങല്ലേ?